സിപിഐഎം 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനം കോന്നി വകയാറിലെ യെച്ചൂരി നഗറിൽ തുടരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുചർച്ച പൂർത്തിയായി. സംഘടനാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സുജിറ്റി ബാബു തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. സിപിഎമ്മിന്റെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന പത്തനംതിട്ട ജില്ലാ സമ്മേളനം നാളെ പൂർത്തിയാകും. ഇന്ന് സമ്മേളനത്തിന്റെ 2ാം ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേൽ ചർച്ചയായിരുന്നു. ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അതിന് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. നാളെയാണ് സമാപന സമ്മേളനം നടക്കുക. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ഒന്ന്, വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണം. 1972 നിയമം കൃത്യമായി കർഷകന്റെ സ്വത്തിനോ ജീവനോ സംരക്ഷണം നൽകുന്നില്ല. അതിനെ തുടർന്ന് അതിനാൽ ഈ നിയമം ഭേദഗതി ചെയ്യണം, കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കുകയും അതാണ് പ്രമേയം ആവശ്യപ്പെട്ട ഒരു പ്രമേയം. സമ്മേളനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമ്മേളനത്തിൽ ഇന്ന് ആവശ്യം നടന്നത് എരുമേലി വരെയുള്ള ശബരിമല നിർദ്ദിഷ്ട പാത അങ്കമാലിയിൽ നിന്ന് തുടങ്ങി എരുമേലി വരെ നിൽക്കുന്ന ശബരിമല നിർദ്ദിഷ്ട റെയിൽപാത അത് പത്തനംതിട്ട വഴി പുനലൂർ വരെ നീട്ടണമെന്നും സമ്മേളനത്തിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അതുവഴി മലയോര ഗ്രാമമായ പത്തനംതിട്ട ജില്ലയ്ക്ക് തന്നെ വലിയ നേട്ടം ഉണ്ടാകും. നിലവിൽ തീർത്ഥാടകർക്ക്, ശബരിമല തീർത്ഥാടകർക്ക് ഗുണപ്രദമാകുന്ന തരത്തിലാണ് ഈ പാത കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയിലുള്ള പരിഗണനയുള്ള 111 കിലോമീറ്റർ. അതിനെ മലയോര ജില്ലയായിരിക്കുന്ന പത്തനംതിട്ട വഴി പുനലൂർ വരെ എത്തിക്കുക. അതിനുശേഷം അത് പിന്നീട് തമിഴ്നാട്ടിലൂടെ എത്തിക്കാൻ സാധിക്കും. അത്തരത്തിലേക്ക് ഇതിനെ മാറ്റണമെന്നും ജില്ലാ സമ്മേളനത്തിൽ നടത്ത പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. ആ സമ്മേളന നടപടികളെല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെ മുന്നേറുകയാണ്. നാളെയാണ് സമാപന സമ്മേളനം നടക്കുക.